നമസ്കാരം. T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ബുധനാഴ്ച അയർലൻഡിനെതിരെ നടക്കാൻ പോവുകയാണ്. ഇത്തവണ വലിയ കിരീട പ്രതീക്ഷയോടെ ഇറങ്ങുന്ന ഇന്ത്യ സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 60 റൺസിന് തോൽപ്പിച്ച എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ഇതേ മികവ് അയർലൻഡിനെതിരെയും കാട്ടാൻ ഇന്ത്യക്കാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയും അയർലൻഡും നേർക്കുനേർ എത്താനൊരുങ്ങവേ മുൻകാല ചരിത്രങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വിലയിരുത്താം. ഇരു ടീമും T20 ഫോർമാറ്റിൽ 7 തവണയാണ് നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 7 തവണയും ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ഇതുവരെ ഇന്ത്യയെ T20 ഫോർമാറ്റിൽ തോൽപ്പിക്കാൻ അയർലൻഡിന് സാധിച്ചിട്ടില്ല. അയർലൻഡിനെതിരെ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ 225 റൺസാണ്. 2022 ഡബ്ലിനിൽ നടന്ന മത്സരത്തിനാണ് ഇന്ത്യ ഈ ഒരു സ്കോർ നേടിയത്. അയർലൻഡിനെ 70 റൺസിന് ഇന്ത്യ കൂടാരം കയറ്റിയതും ഇതേ പിച്ചിലാണ്. ഇന്ത്യയുടെ വലിയ ജയം 143 റൺസിന് അയർലൻഡിനെ തോൽപ്പിച്ചതാണ്. 8 വിക്കറ്റിനും അയർലൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കാനും അയർലൻഡിന് സാധിച്ചിട്ടുണ്ട്. ഒരു തവണ 2 റൺസിനാണ് ഇന്ത്യ അയർലൻഡിനെ തോൽപ്പിച്ചത്. അത്രത്തോളം കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ അയർലൻഡിന് സാധിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ഒരു മത്സരത്തിൽ അയർലൻഡ് ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്ത്യ അവസാന നിമിഷത്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു. കൂടുതൽ റൺസ് അയർലൻഡുകാരനായ ആൻഡ്രൂ ബാൽബിർണിയുടെ പേരിലാണുള്ളത്. 156 റൺസാണ് 6 മത്സരത്തിൽ നിന്ന് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. ഉയർന്ന വ്യക്തിഗത സ്കോർ ദീപക് ഹുഡയുടെ പേരിലാണ്. 57 പന്തിൽ 104 റൺസാണ് ഹുഡ നേടിയത്. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഹുഡയ്ക്ക് ഇടമില്ല. നേർക്കുനേർ മത്സരത്തിൽ സെഞ്ചുറി പ്രകടനം നടത്തിയ ഏക താരവും ഹുഡയാണ്. നേർക്കുനേർ കണക്കിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ 2 തവണ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ബാൽബിർണിയും 2 അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ സിക്സറുകൾ പറത്തിയത് ബാൽബിർണിയുടെ പേരിൽ തന്നെയാണ്. കൂടുതൽ ഡെക്കായിട്ടുള്ളത് പോൾ സ്റ്റിർലിംഗ് ആണ്. 2 തവണയാണ് സ്റ്റിർലിംഗ് 0-ന് മടങ്ങിയിട്ടുള്ളത്. കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് ഇന്ത്യയുടെ കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചാഹലുമാണ്. 2 പേരും 7 വിക്കറ്റുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. അയർലൻഡിൻ്റെ ക്രെയ്ഗ് യങ്ങും 7 വിക്കറ്റാണ് നേടിയത്. മികച്ച ബൗളിംഗ് പ്രകടനം എന്ന റെക്കോർഡ് സഹീർ ഖാൻ്റെ പേരിലാണുള്ളത്. 19 റൺസിന് 4 വിക്കറ്റാണ് സഹീർ നേടിയിട്ടുള്ളത്. മികച്ച കൂട്ടുകെട്ട് റെക്കോർഡ് ദീപക് ഹൂഡയുടെയും സഞ്ജു സാംസൻ്റെയും പേരിലാണ്. ഓപ്പണർമാരായി ഇറങ്ങി 176 റൺസാണ് ഇവർ നേടിയത്. കൂടുതൽ ജയം നേടിയ നായകന്മാർ വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവരാണ്. ഇവർ 2 ജയം വീതമാണ് നായകനായി നേടിയത്. ഇത്തവണ അയർലൻഡിനെതിരെ വലിയ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യ ചിന്തിക്കുന്നില്ല. ഗ്രൂപ്പ് എയിൽ തലപ്പത്തെത്താൻ ഇന്ത്യക്ക് എല്ലാ മത്സരങ്ങളിലും വലിയ ജയം നേടേണ്ടതായുണ്ട്. അയർലൻഡിനെതിരെ ഇന്ത്യ ശക്തമായ ടീമിനെ തന്നെയാകും കളത്തിലിറക്കുക. ചെറിയ ടീമെന്ന നിലയിൽ അയർലൻഡിനെ എഴുതി തള്ളാൻ സാധിക്കില്ല. പോൾ സ്റ്റിർലിങ്ങിനെ പോലൊരു അനുഭവസമ്പന്നനായ താരമാണ് അയർലൻഡിനെ നയിക്കുന്നത്. ആൻഡി ബാൽബിർണി, കുർട്ടിസ് കംഫർ, ജോഷ് ലിറ്റിൽ, ഹാരി ടെക്ടർ, ലോർക്കാൻ ടെക്ടർ, ക്രെയ്ഗ് യങ് എന്നിവരെല്ലാം തന്നെ ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ കെൽപ്പുള്ള താരങ്ങളാണ്. ഇന്ത്യ ഫേവററ്റുകളാണെങ്കിലും തങ്ങളുടേതായ ദിവസം ഏത് എതിരാളിയെ വീഴ്ത്താനും കഴിവുള്ള ടീം കൂടിയാണ് അയർലൻഡ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്.